അടുത്തത് മെഷർമെൻറ്റ് ഓഫ് വാട്ടറാണ്. നമ്മുടെ കോൺക്രീറ്റിങ്ങിന് വേണ്ട വാട്ടറിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെ ചെയ്യുന്നതാണ് പറയുന്നത്. നമ്മൾ വാട്ടറിനെ മെഷർ ചെയ്തെടുക്കുന്നത് ഒന്നുകിൽ വെയ്റ്റിൽ അല്ലെങ്കിൽ ലിറ്ററിൽ, വോളിയത്തിൽ. അതായത് വെയ്റ്റിൽ പറയുമ്പോൾ ഒന്നുകിൽ നമുക്ക് കിലോഗ്രാമിൽ എടുക്കാം, അല്ലെങ്കിൽ ലിറ്ററിൽ, ഏതാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ള അതിനനുസരിച്ച് നമുക്ക് വാട്ടറിനെ മെഷർ ചെയ്തെടുക്കാം. ഓക്കെ. പിന്നെ നമ്മൾ വാട്ടറിൻ്റെ മെഷർ ചെയ്തെടുക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ വാട്ടർ സിമെൻറ്റ് റേഷ്യോ എത്ര വാട്ടർ വേണം നമുക്ക് എടുക്കണം. വാട്ടർ സിമെൻറ്റ് റേഷ്യോ എത്ര നമുക്ക് നമ്മുടെ കയ്യിലുണ്ടാവും. ഓക്കെ. എക്സാമ്പിൾ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഒരു 0.5 ആണെന്ന് വെച്ചോ. അപ്പോൾ നമുക്ക് എത്ര എമൗണ്ട് ഓഫ് വാട്ടർ വേണമെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? 0.5 ഇൻറ്റു സിമെൻറ്റിൻ്റെ വെയിറ്റ്. സിമെൻറ്റിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ചാക്ക് സിമെൻറ്റ് അല്ല, ഒരു ചാക്കല്ല, ഒരു 1 ബാഗ് ഓഫ് സിമെൻറ്റ് എന്ന് വെച്ചാൽ 50 kg ആണ്. അപ്പോൾ kg എന്ന് പറയുമ്പോൾ 0.5 ഇൻറ്റു 50 എന്ന് എടുക്കുക. 0.5 ഇൻറ്റു 50 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? അതായത് W/C എന്ന് പറയുന്നത് 0.5 ആണെന്ന് വെച്ചോ. സോ W ഈക്വൽ ടു 0.5 ഇൻറ്റു 50. 0.5 ഇൻറ്റു 50 എന്ന് പറയുമ്പോൾ നമുക്ക് 25 എന്ന് വരും. ഓക്കെ. 25 കിലോഗ്രാം എന്ന് കിട്ടും വെയിറ്റ് ഓഫ് വാട്ടർ. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, 25 ലിറ്റർ എന്ന് പറയാം. കിലോഗ്രാം എന്ന് പറയുന്നത് ലിറ്റർ എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പോൾ ഡെൻസിറ്റി കിലോഗ്രാം പെർ ലിറ്റർ ആണല്ലോ. അപ്പോൾ 25 കിലോഗ്രാം അല്ലെങ്കിൽ 25 ലിറ്റർ എന്ന് കിട്ടും വാട്ടറിൻ്റെ വെയിറ്റ്. അങ്ങനെയാണ് നമ്മൾ വാട്ടറിൻ്റെ വെയിറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം. ഇനി മോഡേൺ ബാച്ചിങ് പ്ലാനിൻ്റെ കേസിൽ നമുക്ക് എത്ര വാട്ടർ വേണമെന്ന് വെച്ചാൽ അതിൽ നമ്മൾ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ട്, മൈക്രോ പ്രൊസസ്സർ യൂസ് ചെയ്തിട്ട് നമ്മൾ എത്ര വാട്ടർ വേണമെന്നുള്ളത് കറക്റ്റ് അവർ മെഷർ ചെയ്തിട്ട് അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി അതിൽ വേണ്ട വാട്ടർ എടുത്തിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് മോഡേൺ ബാച്ചിങ് പ്ലാനിൻ്റെ കേസിൽ. ഓക്കെ. അങ്ങനെയാണ് വാട്ടറിനെ മെഷർ ചെയ്യുന്നത്. നമുക്ക് അടുത്ത സ്റ്റെപ്പാണ് ബാച്ചിങ്. നമ്മൾ മെഷർ ചെയ്തെടുത്തു, നമ്മുടെ അഗ്രിഗേറ്റ്സിനെയും അതിൻ്റെ ഇൻഗ്രീഡിയൻസിനെ മെഷർ ചെയ്തെടുത്തു. നമുക്കതിനെ മിക്സ് ചെയ്യണം. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, മിക്സിങ് എന്ന് പറയുന്നത് അതിലെ ഇൻഗ്രീഡിയൻസിനെ മിക്സ് ചെയ്യുക. അതായത് യൂണിഫോം ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആക്കാൻ വേണ്ടി, യൂണിഫോം പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളതിന് ഇൻഗ്രീഡിയൻസ് മെഷർ ചെയ്യുക. അതാണ് പറയുന്നത്. തെറോ മിക്സിംഗ് ഓഫ് മെറ്റീരിയൽ is essential for the production of uniform concrete. The mixing should be ensure that the mass become homogeneous, uniform in color and consistency. എന്താണ് മിക്സിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? എങ്ങനെയായിരിക്കണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ? ഹോമോജീനിയസ് ആയിരിക്കണം, യൂണിഫോം ഇൻ കളർ ആൻഡ് കൺസിസ്റ്റൻസി ആയിരിക്കണം മിക്സിന് വേണ്ടത്. ഓക്കെ. ഇനി നമുക്ക് മിക്സിങ്ങിന് നമ്മൾ യൂഷ്വലി 2 മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഹാൻഡ് മിക്സിങ്ങും സെക്കൻഡ് വൺ മെഷീൻ മിക്സിങ്ങും. ഹാൻഡ് മിക്സിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഹാൻഡ് വെച്ചിട്ട്, കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുക. അതാണ് ഹാൻഡ് മിക്സിങ്. മെഷീൻ ആണെങ്കിൽ മെഷീൻസ് ഉണ്ടാവും. ആ മെഷീൻസ് വെച്ചിട്ട് ഇൻഗ്രീഡിയൻസിന് മിക്സ് ചെയ്യുന്നത്. ഓക്കെ. നമുക്ക് രണ്ടും എന്താണെന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ. നമ്മൾ ഫസ്റ്റ് വണ്ണാണ് ഹാൻഡ് മിക്സിംഗ് എന്ന് പറയുന്നത്. ഹാൻഡ് മിക്സിംഗ് എന്ന് പറയുന്നത് നമ്മുടെ കൈ വെച്ചിട്ട് മീൻസ് നമ്മുടെ അതിൻ്റെ ട്രവൽസ്, അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യുക. നമ്മൾ തന്നെ മാനുവലി മിക്സ് ചെയ്യുക. ഹാൻഡ് മിക്സിംഗ് എന്ന് പറയുന്നത്. ആ ഹാൻഡ് മിക്സിംഗ് നമ്മൾ പൊതുവേ യൂസ് ചെയ്യുന്നത് വെരി സ്മോൾ വർക്ക്സിന് അല്ലെങ്കിൽ അൺഇമ്പോർട്ടൻറ്റ് വർക്ക്സിൻ്റെ ഒക്കെ കേസിലാണ് നമ്മൾ ഹാൻഡ് മിക്സിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഇൻഡസ്ട്രിയൽ വിസിറ്റൊക്കെ ചെയ്യാൻ നടക്കുന്ന സമയത്ത് ഏതെങ്കിലും കോൺക്രീറ്റിംഗ് ചെയ്യുന്ന സ്ഥലത്ത് പോലും നിങ്ങൾ കണ്ടിട്ടുണ്ട്, അവിടെ ഹാൻഡ് വെച്ചിട്ടാണ് മിക്സ് ചെയ്യാനല്ലോ. ഒരു ബ്രിഡ്ജിൻ്റെ, ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിൻ്റെ ഒക്കെ കേസിൽ നമ്മൾ ഹാൻഡ് മിക്സിംഗ് അല്ല യൂസ് ചെയ്യുക. അതിൻ്റെയൊക്കെ കേസിൽ നമ്മളൊരു ബിഗ് പ്രൊജക്റ്റിൻ്റെ കേസിൽ നമ്മൾ മെഷീൻ മിക്സിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. എന്നിട്ട് ചെറിയ വർക്കിന് നമ്മൾ വീട്ടിലിപ്പോൾ നമ്മൾ വീട്ടിലൊരു കോൺക്രീറ്റിംഗ് ചെയ്യുന്നു, നമ്മൾ വീട്ടിൽ ചെറിയൊരു എക്സ്റ്റെൻഡ് ചെയ്യുന്നു, നമ്മൾ വീട്ടിൽ ഒരു റൂം എടുക്കുന്നു, അപ്പോൾ അതിനൊരു കോൺക്രീറ്റിംഗ് ചെയ്യുന്നു, ചെറിയൊരു കോൺക്രീറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹാൻഡ് മിക്സിംഗ് ഒക്കെ യൂസ് ചെയ്യും. ഓക്കെ. അപ്പോൾ സ്മോൾ സ്കെയിൽ വർക്ക്സിന് അല്ലെങ്കിൽ അൺഇമ്പോർട്ടൻറ്റ് കോൺക്രീറ്റ് വർക്കിനാണ് നമ്മൾ പൊതുവെ ഹാൻഡ് മിക്സിംഗ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ. As the mix cannot be thorough and efficient, it is desirable to add 10% more cement to cater the inferior concrete produced by this method. Okay. 10% more concrete add ചെയ്യേണ്ടി വരുന്ന പറയുന്നത്. ഹാൻഡ് മിക്സിംഗ് ഷുഡ് ബി ഡൺ ഓവർ എൻ ഇംപെർവിയസ് കോൺക്രീറ്റ് ഓർ brick block or sufficiently large size to take 1 bag of cement. ഹാൻഡ് മിക്സിങ് ചെയ്യുക. ഇവിടെ ഉണ്ട് ഹാൻഡ് മിക്സിങ്ങിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇംപെർവിയസ് ആയിട്ട് കോൺക്രീറ്റിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു ബ്രിക്ക് ഫ്ലോറിൻ്റെ മുകളിൽ അവിടെ വെച്ചിട്ടാണ് നമ്മൾ കോൺക്രീറ്റിംഗ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ. അതിൻ്റെ സ്റ്റെപ്പ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഹാൻഡ് മിക്സിങ്ങിൻ്റെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്പ്രെഡ് ഔട്ട് ദ മെഷേർഡ് ക്വാണ്ടിറ്റി ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് ആൻഡ് ഫൈൻ അഗ്രിഗേറ്റ് ഇൻ ഓൾട്ടർനേറ്റീവ് ലെയേഴ്സ് ആയിട്ട് ഓരോ ലെയർ കോഴ്സ് അഗ്രിഗേറ്റും ഫൈൻ അഗ്രിഗേറ്റും നമ്മൾ മെഷർ ചെയ്ത് വെച്ചിരിക്കുന്ന കോഴ്സ് അഗ്രിഗേറ്റും ഫൈൻ അഗ്രിഗേറ്റും അതിൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്യാം? ആദ്യം നമ്മൾ ഇംപെർവിയസ് കോൺക്രീറ്റ് ലെയറിൻ്റെ അല്ലെങ്കിൽ ബ്രിക്ക് ഫ്ലോറിൻ്റെ മുകളിൽ നമ്മൾ
സ്പ്രെഡ് ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ അടുത്ത നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ സിമൻറ്റ് എന്ത് ചെയ്യുക, സ്പ്രെഡ് ചെയ്യുക. pour cement on the top of it and mix them by dry shovel, turning the mixture over and over again until uniformity of color is achieved. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡ്രൈ മിക്സിംഗ് ആണ്. അതായത് ഇതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്യുക. അപ്പോൾ ആദ്യം കോഴ്സ് അഗ്രിഗേറ്റ്, ഫൈൻ അഗ്രിഗേറ്റ്, ഓൾട്ടർനേറ്റീവ് ലെയേഴ്സ് ആയിട്ട് ഇട്ടു. പിന്നെ അതിൻ്റെ മേഖലയിൽ സിമെൻറ്റ് ഇട്ടു. എന്നിട്ട് അത് മിക്സ് ചെയ്യുക. ഹാൻഡ് മിക്സ് ചെയ്യുക, ഡ്രഷ് ഷവൽ വെച്ചിട്ട് ഡ്രൈ മിക്സ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഒരു യൂണിഫോം കളർ കിട്ടുന്നവരെ നന്നായിട്ട് അതിന് മിക്സ് ചെയ്യുക. ഓക്കെ, ഇനി അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ യൂണിഫോം മിക്സ്ചർ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്യുക. അതിന് സ്പ്രെഡ് ചെയ്തിടുക. അതിന് ഒരു ഇങ്ങനെ കൂന്ന് കിടക്കുന്നത് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്തിടുക. ഒരു അപ്രോക്സിമേറ്റ്ലി പറയുന്നത് 20 സെൻറ്റിമീറ്റർ തിക്നെസ്സിലൊരു സ്പ്രെഡ് പോലെ നമ്മൾ സ്പ്രെഡ് ചെയ്തിടുകയാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ വേണ്ടത് അതിലേക്ക് വാട്ടർ ആഡ് ചെയ്യാം. വാട്ടർ നമ്മൾ മെഷർ ചെയ്ത് വെച്ച വാട്ടർ കുറച്ച് കുറച്ചായിട്ട് അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് നമ്മളതിനെ വീണ്ടും ഹാൻഡ് ഷവൽ വെച്ചിട്ട് നമ്മളതിനെ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് പിന്നെ അങ്ങനെ യൂണിഫോമായിട്ട് നമ്മളതിനെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഹാൻഡ് മിക്സിങ് നമ്മൾ ചെയ്യുക. ഓക്കെ, ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യും, ഡ്രൈ മിക്സിങ് നടത്തും, അതിനുശേഷം വാട്ടർ ആഡ് ചെയ്തിട്ട് വീണ്ടും മിക്സ് ചെയ്തിടും. അങ്ങനെയാണ് ഹാൻഡ് മിക്സിങ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ടൈപ്പ് ഓഫ് മിക്സിങ്, മെഷീൻ മിക്സിങ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. മെഷീൻ മിക്സിങ് ചെയ്യുന്നതിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, മെഷീൻ റൊട്ടേറ്റിംഗ് ഒരു മെഷീൻ കണ്ടോ, കോൺക്രീറ്റിൻ്റെ മെഷീൻ, മിക്സർ എന്നാണ് ഇത് നമ്മൾ പറയുക. കോൺക്രീറ്റിംഗ് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മിക്സർ. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ അതിൻ്റെ ബാക്കിൽ ഓപ്പൺ സൈഡ് ആയിട്ടുള്ളത് ഉണ്ടാവും. അതിലേക്ക് ഇങ്ങനെ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് അത് ക്ലോസ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള അങ്ങനെ 2 ടൈപ്സ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ മെഷീൻ മിക്സിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് അതിൻ്റെ പ്രൊസീജിയർ നോക്കാം. മിക്സിംഗ് ഓഫ് കോൺക്രീറ്റ് ക്യാരിഡ് ഔട്ട് ബൈ മെഷീൻ, അതാണ് മെഷീൻ മിക്സിംഗ് എന്ന് പറയുന്നത്. നോട്ട് ഓൺലി എഫിഷ്യൻറ്റ് ബട്ട് ഓൾസോ എക്കണോമിക്കൽ വെൻ ദ ക്വാണ്ടിറ്റി ഓഫ് കോൺക്രീറ്റ് ടു ബി പ്രൊഡ്യൂസ്ഡ് ലാർജ്. ഓക്കെ, ലാർജ് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡ്യൂസ്, വലിയ കോൺക്രീറ്റ് വർക്ക്, കൺസ്ട്രക്ഷൻ വർക്കിനൊക്കെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മെഷീൻ വർക്കാണ്. എഫിഷ്യൻറ്റുമാണ്, അതുപോലെ തന്നെ എക്കണോമിക്കലും ആയിരിക്കും ഹാൻഡ് മിക്സിനേക്കാൾ. ഓക്കെ, ഹൈ ക്വാളിറ്റി കോൺക്രീറ്റ് ആണ് നമുക്ക് ഇതിലൂടെ മിക്സിങ്ങിലൂടെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, കോൺക്രീറ്റ് മിക്സർ തന്നെ 2 ടൈപ്പിലുണ്ട്. ഈ മെഷീൻ മിക്സിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മിക്സർ 2 ടൈപ്പ് മിക്സേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബാച്ച് മിക്സറും, സെക്കൻഡ് വൺ കണ്ടിന്യൂസ് മിക്സർ. ഓക്കെ, ബാച്ച് മിക്സർ എന്ന് വെച്ചാൽ ആ നെയിമിൽ തന്നെ ഓരോ ബാച്ചായിട്ട് ഓരോ ടൈം ഇൻ്റർവെല്ലിലായിരിക്കും നമ്മൾ കോൺക്രീറ്റ് അതിനകത്ത് മിക്സ് ചെയ്യുന്നത്. ഓക്കെ, മിക്സിങ് നടത്തുന്നത്. പ്രൊഡ്യൂസ് കോൺക്രീറ്റ് ബാച്ച് ബൈ ബാച്ച് വിത്ത് ടൈം ഇൻ്റർവെൽ. ബാച്ച് മിക്സേഴ്സ് ആർ യൂസ്ഡ് ഇൻ നോർമൽ കോൺക്രീറ്റ് വർക്ക്. നോർമൽ കോൺക്രീറ്റ് വർക്കിനാണ് നമ്മൾ ബാച്ച് മിക്സർ യൂസ് ചെയ്യുന്നത്. അത് ബാച്ച് ബൈ ബാച്ച് ആയിട്ടാണ്. ആദ്യം ഒരു സെറ്റ് ഓഫ് കോൺക്രീറ്റ് പെർട്ടിക്കുലർ എമൗണ്ട് മിക്സ് ചെയ്തു, ദെൻ കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത എമൗണ്ട് ഇട്ടു, അങ്ങനെ നമ്മൾ ഓരോ ബാച്ച് ആയിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി കണ്ടിന്യൂസ് മിക്സറാണ് അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് മിക്സർ എന്ന് വെച്ചാൽ കോൺക്രീറ്റ് കണ്ടിന്യൂസ്ലി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും നമുക്ക്. ഈ വർക്ക് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് ഒരു ഇൻ്റർവെല്ലൊന്നും കൊടുക്കാണ്ട് കണ്ടിന്യൂസ്ലി ലാർജ് സ്കെയിൽ വർക്കിനാണ് നമ്മൾ ഈ കണ്ടിന്യൂസ് മിക്സർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പ്രൊഡ്യൂസ് കോൺക്രീറ്റ് കണ്ടിന്യൂസ്ലി വിതൗട്ട് സ്റ്റോപ്പേജ് ടിൽ such time the plant is working. In this, materials are fed continuously by screwing feeders and the materials are continuously mixed and continuously discharged. Continuous mixtures are used in large works such as ഡാം കൺസ്ട്രക്ഷൻ്റെ ഒക്കെ കേസിൽ അല്ലെങ്കിൽ ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ്റെ ഒക്കെ കേസിലാണ് നമ്മൾ കണ്ടിന്യൂസ് മിക്സർ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കേസിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കോൺക്രീറ്റ് മിക്സ് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഫീഡറിൻ്റെ അകത്തേക്ക് മെറ്റീരിയൽസ് ഫീഡ് ചെയ്യും, മെറ്റീരിയൽസ് ഇട്ട് കൊടുക്കും, എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്യും, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യും. ജസ്റ്റ് അത് സ്റ്റോപ്പ് ചെയ്യാനോ ഒരു ഇൻ്റർവെല്ലിൻ്റെയോ അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. കണ്ടിന്യൂസ് മിക്സിങ് ആണ്. നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അത്രയും ക്വാണ്ടിറ്റി മിക്സ് ചെയ്യും. അതാണ് 2 ടൈപ്സ് ഓഫ് മെഷീൻ മിക്സിങ്ങിന് 2 മിക്സർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാച്ച് മിക്സറും കണ്ടിന്യൂസ് മിക്സറും. ഇനി ബാച്ച് മിക്സറിന് നമുക്ക് ബാച്ച് മിക്സർ ഒന്നിക്കൽ പാൻ ടൈപ്പ് ബാച്ച് മിക്സറും ഉണ്ടാവും, അതുപോലെ തന്നെ ഡ്രം ടൈപ്പ് ബാച്ച് മിക്സറും ഉണ്ടാവും. ഓക്കെ, ഇതൊരു ഡ്രം ടൈപ്പ് ബാച്ച് മിക്സറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഡ്രം ടൈപ്പിനെ തന്നെ 2 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ടിൽറ്റിങ്ങും നോൺ ടിൽറ്റ് 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഡ്രം ടൈപ്പിൽ. ഓക്കെ, ടിൽറ്റിംഗ് ഉണ്ട്, നോൺ ടിൽറ്റിംഗ് ഉണ്ട്, റിവേഴ്സിംഗ് ഉണ്ട്. ടിൽറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് ടിൽറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതിനെ പൊസിഷനിൽ ടിൽറ്റ് ചെയ്യാൻ പറ്റുന്നത്. നോൺ ടിൽറ്റിംഗ് ടിൽറ്റ് ചെയ്യാൻ പറ്റാത്തത്. റിവേഴ്സിംഗ് വെച്ചാൽ നമുക്കതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും, റൊട്ടേറ്റ് ചെയ്യുന്ന റിവേഴ്സ് ചെയ്യാൻ പറ്റും. അതാണ് 2 ടൈപ്പ് ഓഫ് മിക്സർ എന്ന് പറയുന്നത്, ഡ്രം മിക്സർ. എന്താണെന്നുള്ള കാര്യം ഇവിടെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി അത്. ഓക്കെ, ഇനി ഇതിൻ്റെ മിക്സിംഗ് ടൈമിനെ കുറിച്ച്, എങ്ങനെയാണ് ഈ മിക്സറിലെ മിക്സിംഗ് ടൈമിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, concrete mixers are generally designed to run at a speed of 15 to 20 revolution per minute. കോൺക്രീറ്റ് മിക്സറിൽ പെർ മിനിറ്റിൽ 15 മുതൽ 20 വരെ റെവല്യൂഷൻസ് ആണ് യൂഷ്വലി
കൊടുക്കുന്നത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ പ്രോപ്പർ മിക്സിംഗ് ഇറ്റ്സ് സീൻ ദാറ്റ് അബൌട്ട് 25 to 30 റെവല്യൂഷൻസ് ആർ റിക്വയർഡ് ഇൻ വെൽ ഡിസൈൻഡ് മിക്സ് കിട്ടണമെങ്കിൽ നമുക്ക് പെർ മിനിറ്റിൽ 25 to 30 റെവല്യൂഷൻസ് എങ്കിലും വേണ്ടി വരും. ഓക്കെ, റെഡ്യൂസിങ് മിക്സിംഗ് ടൈം കുറക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് കോൺക്രീറ്റിൻ്റെ ക്വാളിറ്റി കുറക്കുക എന്നുള്ളതാണ്. അതിന് ഇറ്റ് റിസൾട്ട് ഇൻ പുവർ ക്വാളിറ്റി കോൺക്രീറ്റ്. പക്ഷേങ്കിൽ നമുക്ക് ലോങ്ങർ ടൈം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അൺഎക്കണോമിക്കൽ ആയി പോകും. അതായത് കോൺക്രീറ്റിൻ്റെ എന്താണ് റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് കോൺക്രീറ്റ് ആൻഡ് ഫ്യൂവൽ കൺസപ്ഷനൊക്കെ ഹയർ ആകുമ്പോൾ അത് അൺഎക്കണോമിക്കൽ ആവുകയും ചെയ്യും. അപ്പോൾ കറക്റ്റ് ടൈമിൽ എത്ര ടൈം വേണമെന്ന് വെച്ചാൽ അത് കറക്റ്റ് പ്രപ്പോർഷനിൽ കറക്റ്റ് ടൈമിൽ മിക്സ് ചെയ്തെടുക്കുക. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 സ്റ്റെപ്പ് കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പ് ബാച്ചിങ്, സെക്കൻഡ് സ്റ്റെപ്പ് മിക്സിങ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ട്രാൻസ്പോർട്ടിംഗ് ആണ്. കോൺക്രീറ്റ് നമ്മൾ മിക്സ് ചെയ്ത് കോൺക്രീറ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക. നമ്മളിപ്പം ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ വെച്ച് മിക്സ് ചെയ്തു, അതിന് നമ്മൾ എവിടെയാണോ നമുക്ക് കാസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണോ കോൺക്രീറ്റ് ചെയ്യേണ്ടത് അവിടത്തേക്ക് നമ്മളതിനെ ട്രാൻസ്പോർട്ട് ചെയ്യണം. അതാണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇനി പറയുന്നത്. കോൺക്രീറ്റ് ക്യാൻ ബി ട്രാൻസ്പോർട്ടഡ് ബൈ വെറൈറ്റി ഓഫ് മെത്തേഡ്സ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്. കോൺക്രീറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഒരുപാട് എക്യുപ്മെൻറ്റ്സും മെത്തേഡ്സും ഒക്കെ ഉണ്ട്. ഓക്കെ, 2 important precautions necessary in transportation of concrete to maintain homogeneity are as follows. The concrete should be transported in such a way that there is no segregation of aggregate. Okay, under no circumstance the water should be added to the concrete during its passage from mixer to the formwork. അതായത് കോൺക്രീറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് സെഗ്രിഗേഷൻ ഉണ്ടാവാൻ പാടില്ല. സെഗ്രിഗേഷൻ എന്ന് വെച്ചാൽ സെപ്പറേഷൻ ഓഫ് കോൺസിസ്റ്റൻറ്റ് മെറ്റീരിയൽ, കോസ് അഗ്രിഗേറ്റിൻ്റെ സെപ്പറേഷൻ. അപ്പോൾ സെഗ്രിഗേഷൻ സംഭവിക്കാതെ വേണം നമ്മൾ കോൺക്രീറ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഫസ്റ്റ് പോയിന്റ്, ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. പിന്നെ ഒന്നെന്ന് പറയുന്നത് എന്താണ്, ഈ കോൺക്രീറ്റിനെ നമ്മൾ മിക്സറിന് ഫോം വർക്കിലേക്ക് പാസ് ചെയ്യുന്നതിനിടയ്ക്ക് നമ്മൾ വാട്ടർ യൂസ് ചെയ്യാനോ എക്സ്ട്രാ വെള്ളം യൂസ് ചെയ്ത് അതിന് മിക്സ് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ. നമുക്ക് എന്തൊക്കെ മെത്തേഡ്സ് ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് കോൺക്രീറ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മൾ യൂസ് ചെയ്യുന്നത് മോട്ടോർ പാൻ യൂസ് ചെയ്തിട്ട് കോൺക്രീറ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ വീൽ ബാരോ അല്ലെങ്കിൽ ഹാൻഡ് കാർട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ക്രെയിൻ, ബക്കറ്റ് ആൻഡ് റോപ്പ് സിസ്റ്റം യൂസ് ചെയ്യാം, ട്രക്ക് മിക്സർ അല്ലെങ്കിൽ ഡംബേഴ്സ് യൂസ് ചെയ്യാം, ദെൻ ബെൽറ്റ് കൺവേയേഴ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ചൂട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്കിപ്പ് ആൻഡ് ഹോയിസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യാം, ഒരു ട്രാൻസിറ്റ് മിക്സർ യൂസ് ചെയ്യാം, പമ്പ് ആൻഡ് പൈപ്പ് ലൈൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലാസ്റ്റ് മെത്തേഡ് ഹെലികോപ്റ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് കോൺക്രീറ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതെന്താണ് ഈ ഓരോ കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് പഠിക്കാം. ഓക്കെ, ഞാൻ അതിൻ്റെ ഫിഗർ മാത്രം ഇവിടെ കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കറക്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ നോട്ട്സ് എഴുതിയെടുക്കുക, പോയിൻറ്റ്സ് ആയിട്ട് എന്നിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ മോട്ടോർ പാൻ എന്ന് പറയുന്നത് നിങ്ങൾ സാധാരണ യൂഷ്വലി നമ്മളെല്ലാവരും കാണുന്നത് ഇതുപോലെ ഒരു പാനിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് കോൺക്രീറ്റ് ഇട്ടിട്ട് അതിങ്ങനെ പിന്നെ വർക്കേഴ്സ് അത് കൊടുത്തിട്ട്, അതായത് വർക്കേഴ്സ് അത് പെർട്ടിക്കുലർ പോയിന്റ് എവിടെയാണ് നമുക്ക് കാസ്റ്റിന് അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം. അതാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം അവിടുന്ന് നമ്മൾ മിക്സറിന് കാസ്റ്റിംഗ് പോയിന്റിലേക്ക്. അല്ലെങ്കിൽ നമുക്ക് വീൽ ബാരോ അല്ലെങ്കിൽ ഹാൻഡ് കാർട്ട് യൂസ് ചെയ്യാം. ഇവിടെ കാണുന്നില്ലേ ഫിഗർ, ഒരു വീലുള്ളൊരു നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ഉന്തിക്കൊണ്ടുപോകുന്ന ഒരു വണ്ടി പോലത്തെ ഒരു സാധനം, അതിൽ കോൺക്രീറ്റ് മിക്സ് ചെയ്തിട്ട് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അടുത്തതാണ് ക്രെയിൻ, ബക്കറ്റ് ആൻഡ് റോപ്പ് വേ എന്ന് പറയുന്നത്. അത് ദൂരം കുറച്ച് കൂടുതലാണെങ്കിൽ നമുക്ക് ഈ ക്രെയിനും ബക്കറ്റ് ആൻഡ് റോപ്പ് വേ സിസ്റ്റം വെച്ചിട്ട് ഇവിടെ കണ്ടോ, ഇങ്ങനെ മുകളിലൊരു റോപ്പ് വേ ഉണ്ടാവും, അതിനകത്ത് ഒരു ബക്കറ്റ് ഉണ്ടാവും, എന്നിട്ട് എന്താണ് അതിലൂടെ പിന്നെ റോപ്പ് വേ സിസ്റ്റം, ഈ ബക്കറ്റ് ആൻഡ് റോപ്പ് വേ സിസ്റ്റം ഇങ്ങനെ ഈ ക്രെയിനിൻ്റെ മുകളിലൂടെ എന്താണ് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് പെർട്ടിക്കുലർ എവിടെയാണ് നമുക്ക് പിന്നെ ഡംപ് ചെയ്യേണ്ടത്, എവിടെയാണ് കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യേണ്ടത് അവിടത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുക. അതാണ് അടുത്തത്, തേർഡ് വൺ. പിന്നെ ഒന്ന് ട്രക്ക് മിക്സറാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ട്രക്ക് മിക്സർ റെഡി മിക്സ് കോൺക്രീറ്റിൻ്റെ RMC റെഡി മിക്സ് കോൺക്രീറ്റിൻ്റെ കേസിൽ ഇങ്ങനെ ട്രക്കിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടാവും കോൺക്രീറ്റ് മിക്സ് ചെയ്ത സാധനം. അപ്പോൾ അങ്ങനെ ട്രക്കിൽ നമുക്ക് ദൂരം കൂടുതലാണെങ്കിൽ ട്രക്ക് മിക്സർ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഡംബേഴ്സാണ്. ഡംബേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ട്രക്ക് മിക്സർ പോലെ തന്നെ, പക്ഷേ എങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ ഡംബേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഡംബേഴ്സിൻ്റെ അകത്ത് എന്താണ് ഉണ്ടാവുക, ഇവിടെ കണ്ട ഫിഗർ കണ്ടോ, ഈ ഡംബറിന് നമുക്ക് മൂവ് ചെയ്യിക്കാനും ഒക്കെ പറ്റും. അപ്പോൾ ആ ഡംബറിനകത്ത് തന്നെ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യേണ്ട സ്ഥലത്തേക്ക് ഡംപ് ചെയ്ത് വെക്കാം. അതാണ് അടുത്തത്. പിന്നെ ബെൽറ്റ് കൺവെയർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു ബെൽറ്റ് പോലത്തെ ഇവിടെ കണ്ട
ഒരു ബെൽറ്റ് പോലത്തെ സംഭവം. അപ്പോൾ ഈ കോൺക്രീറ്റ് ഇതിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ ഈ ബെൽറ്റിലേക്ക് ഇങ്ങനെ പോർ ചെയ്യും. അപ്പോൾ ആ ബെൽറ്റ് വഴി ഇങ്ങനെ കോൺക്രീറ്റ് മൂവ് ചെയ്തിട്ട് കാസ്റ്റ് ചെയ്യേണ്ട സ്ഥലത്തേക്ക് എത്തും. അതാണ് ബെൽറ്റ് കൺവെയർ എന്ന് പറയുന്നത്. ഓക്കെ, ബെൽറ്റ് കൺവെയർ സിസ്റ്റം. പിന്നെ ചൂട്ടും ഈ ബെൽറ്റ് കൺവെയർ പോലെ തന്നെ ഒരു എക്യുപ്മെൻറ്റ്, ഇങ്ങനത്തെ ഒരു ബെൽറ്റ് പോലത്തെ ഒരു എക്യുപ്മെൻറ്റ്. അതിലൂടെ കോൺക്രീറ്റ് മുകളിൽ നിന്ന് ഇങ്ങനെ, അല്ലെങ്കിൽ എവിടെ നിന്നാണോ നമ്മൾ ഡംബറിൽ അല്ലെങ്കിൽ മിക്സറിലാണെങ്കിൽ അതിനകത്ത് കോൺക്രീറ്റ് ഇങ്ങനെ അതിലേക്ക് പോർ ചെയ്തിട്ട് അവിടുന്ന് കാസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ചൂട്ട് പറയുന്നത്. പിന്നെ സ്കിപ്പ് ആൻഡ് ഹോയിസ്റ്റ് നിലത്തെ റോപ്പ് ആൻഡ് അതുപോലത്തെ ഒരു സംഭവം തന്നെ. ഇതിനകത്ത് കോൺക്രീറ്റ് ഇട്ടിട്ട് ഇതിൽ ഹോയിസ്റ്റിൽ വെച്ചിട്ട് ആ പർട്ടിക്കുലർ സ്ഥലത്തേക്ക് ഡംപ് ചെയ്യും. പിന്നെ പൈപ്പ് ലൈൻ മെത്തേഡ് വെച്ചിട്ട് ദൂരമൊക്കെ കൂടുതലാണെങ്കിൽ അതിൻ്റെ കേസിൽ പൈപ്പ് ലൈൻ മെത്തേഡ് യൂസ് ചെയ്യാം. പിന്നെ ലാസ്റ്റാണ് ഹെലികോപ്റ്റർ. പെട്ടെന്ന് കാര്യം നടക്കും, ഹെലികോപ്റ്റർ വെച്ചിട്ട് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും കോൺക്രീറ്റിന്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കോൺക്രീറ്റ് ട്രാൻസ്പോർട്ടേഷൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോൺക്രീറ്റ് പ്ലേസിങ് ഓഫ് കോൺക്രീറ്റ് ആണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ കോൺക്രീറ്റിന് നമ്മളിനി പ്ലേസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് നോട്ട് ഇനഫ് ദാറ്റ് ദ കോൺക്രീറ്റ് മിക്സ് കറക്റ്റ്ലി ഡിസൈൻഡ്, ബാച്ച്ഡ്, മിക്സ്ഡ് ആൻഡ് ട്രാൻസ്പോർട്ടഡ്. It is of almost important that the concrete must be placed in systematic manner to yield optimum result. Optimum result കിട്ടണമെങ്കിൽ നമ്മൾ സിസ്റ്റമാറ്റിക് മാനറിലായിരിക്കണം ആ കോൺക്രീറ്റിനെ പ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് നമ്മൾ കോൺക്രീറ്റ് പ്ലേസിങ്ങിൻ്റെ സമയത്ത് നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഫോം വർക്ക് ഓർ സർഫേസ് വിച്ച് ഈസ് ടു റിസീവ് ഫ്രഷ് കോൺക്രീറ്റ് ഷുഡ് ബി പ്രോപ്പർലി ക്ലീൻഡ്, പ്രിപ്പയർഡ് ആൻഡ് വെൽ വാട്ടേർഡ്. പ്രോപ്പർലി ക്ലീൻ ചെയ്തിരിക്കണം നമ്മൾ സർഫേസ്. ഏതിലാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നത് പ്രോപ്പർ ക്ലീൻ ആയിരിക്കണം. പിന്നെ അത് അവിടെ അതിന് മുന്നേ വാട്ടറിംഗ് ഒക്കെ നടത്തിയിട്ട് മീൻസ് അത് ക്ലീൻ ആയിരിക്കണം, പ്രിപ്പയർഡ് ആയിരിക്കണം. ആ ഒരു രീതിയിൽ ക്ലീൻ ആക്കിയിട്ട് നമ്മൾ വെക്കണം. ഓക്കെ, അടുത്തത് ഇറ്റ് ഈസ് ഡിസൈഡ് ടു ഡെപ്പോസിറ്റ് കോൺക്രീറ്റ് ആസ് നിയർ ആസ് പ്രാക്ടിക്കബിൾ ടു ഇറ്റ്സ് ഫൈനൽ പൊസിഷൻ. ഫൈനൽ പൊസിഷനിൽ അതായത് നമ്മൾ എവിടെയാണോ കാസ്റ്റ് ചെയ്യേണ്ടത് അതിനടുത്തായിട്ട് കോൺക്രീറ്റിനെ പ്ലേസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഓക്കെ, നിയറസ്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാം. പിന്നെ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് കോൺക്രീറ്റ് ഷുഡ് നോട്ട് ബി ഡെപ്പോസിറ്റഡ് അറ്റ് എ ടൈം, അതർവൈസ് ദ കോൺക്രീറ്റ് വിൽ സ്റ്റാർട്ട് ടു ഫ്ലോ അലോങ് ദ ഫോം വർക്ക് ആൻഡ് കോൺസിക്വൻ്റ്ലി ദ റിസൾട്ടിംഗ് കോൺക്രീറ്റ് വിൽ നോട്ട് ഹാവ് യൂണിഫോം കമ്പോസിഷൻ. ലാർജ് ക്വാണ്ടിറ്റി ഓഫ് കോൺക്രീറ്റ് പർട്ടിക്കുലർ ടൈമിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്താൽ എന്ത് ചെയ്യും, കോൺക്രീറ്റ് ഫ്ലോ ചെയ്തിട്ട് അത് ഫോം വർക്കിൻ്റെ ഉള്ളിലേക്കൊക്കെ ഫ്ലോ ചെയ്തിട്ട് കോൺക്രീറ്റിൻ്റെ അതായത് അതിൻ്റെ ഹോമോജിനിറ്റി അല്ലെങ്കിൽ അതിൻ്റെ മെറ്റീരിയലിൻ്റെ കൺസിസ്റ്റൻ്റ് മെറ്റീരിയൽസിന് ലോസ് ഒക്കെ സംഭവിക്കും. അപ്പോൾ അതിന് യൂണിഫോം കമ്പോസിഷൻ നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ അറ്റ് എ ടൈമിൽ ഹ്യൂജ് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പാടില്ല. അതാണ് തേർഡ് പോയിന്റ് പറയുന്നത്. അതിന് ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, സെഗ്രിഗേഷൻ ഉണ്ടാവാൻ പാടില്ല. അതായത് കോൺക്രീറ്റ് ഒരു വെർട്ടിക്കൽ ഹൈറ്റിൽ 1.5 മീറ്റർ ഹൈറ്റിൽ നിന്ന് കൂടുതൽ ഹൈറ്റിൽ നിന്ന് കോൺക്രീറ്റിനെ പോർ ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പോർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് സെഗ്രിഗേഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ, അതാണ് ഫോർത്ത് വൺ എന്ന് പറയുന്നത്. അതിന് ഫിഫ്ത്ത് വൺ എന്ന് വെച്ചാൽ വെർട്ടിക്കൽ ലൈൻ കോൺക്രീറ്റ് ദ കെയർ ഷുഡ് ബി ടേക്കൺ ടു യൂസ് സ്റ്റിഫ് മിക്സ്. വെർട്ടിക്കൽ ലൈൻ നമ്മൾ വെർട്ടിക്കലിയാണ് കോൺക്രീറ്റ് ചെയ്യുന്നതെങ്കിൽ കോൺക്രീറ്റ് യൂസ് ചെയ്യുന്ന കോൺക്രീറ്റ് സ്റ്റിഫ് മിക്സ് ആയിരിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ കോൺക്രീറ്റ് ഓരോ ലെയറായിട്ട് ഒരു 150 mm ഹൈറ്റുള്ള ഓരോ ലെയറായിട്ടാണ് കോൺക്രീറ്റ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. മാസ് കോൺക്രീറ്റ് നമ്മൾ നോർമൽ കേസിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. മാസ് കോൺക്രീറ്റിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ലെയറിൻ്റെ തിക്നെസ് 400 mm to 500 mm വരെ ഹൈറ്റിൽ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ പറയുന്നത് as far as possible the concrete should be placed in single thickness. In case of deep section the concrete should be placed in successive horizontal layer and proper care should be taken to develop enough bond between successive layer. അതായത് ഓരോ ലെയറും നമ്മൾ ഓരോ ലെയർ ആയിട്ടാണല്ലോ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സിംഗിൾ ലെയറിനും ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് തിക്നെസ് ഉള്ള ലെയർ മാത്രമേ നമ്മൾ ഓരോ പ്രാവശ്യവും പിന്നെ പ്ലേസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, എന്തിനാണെന്ന് വെച്ചാൽ ഓരോ ലെയറും തമ്മിൽ പിന്നെ നല്ല ബോണ്ട് ഉണ്ടാവണം. ഇനഫ് ബോണ്ട് ഡെവലപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ ഒരു സിംഗിൾ തിക്നെസ് എന്നുള്ള രീതിയിൽ കോൺക്രീറ്റ് പ്ലേസ് ചെയ്യാൻ പാടുള്ളൂ ഡീപ്പ് സെക്ഷൻ്റെ ഒക്കെ കോൺക്രീറ്റിൻ്റെ കേസിൽ. പിന്നെ അടുത്തത് പറയുന്നത് കോൺക്രീറ്റ് ഷുഡ് ബി thoroughly worked around the reinforcement and tampered in such a way that no honeycomb surface appear on removal of the formwork. Hence, this precaution is not taken. The concrete surface is formed should be
എ ഹണിക്കോം സർഫേസ്. ഹണിക്കോം സർഫേസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ തേനീച്ച കൂട് പോലെ എന്നൊക്കെ പറയും. ഇങ്ങനെ ചില സ്ഥലത്ത് ഇങ്ങനെ കോൺക്രീറ്റ് ഇങ്ങനെ അതിൻ്റെ മിസ് ചെയ്ത് പോവാം. ഇങ്ങനെ കണ്ട ഇവിടെയൊക്കെ കണ്ടിങ്ങനെ മിസ് ചെയ്ത് ഹോളോ ആയിട്ട് പോകുന്നത്, ഇങ്ങനെ തേനീച്ച കൂട് പോലെ ഇങ്ങനെ വരുന്നിരിക്കും. അതിനാണ് ഹണിക്കോം സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ കോൺക്രീറ്റ് നമ്മൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത് തറോലി നമ്മൾ അതിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഉള്ളിലേക്കൊക്കെ എത്താൻ വേണ്ടി നന്നായി കോമ്പാക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ടാമ്പ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ ഫോം വർക്കിൻ്റെ ഒക്കെ ഉള്ളിലൊക്കെ കറക്റ്റ് കോൺക്രീറ്റ് എത്തുള്ളൂ. അല്ലെങ്കിൽ ഫോം വർക്ക് എടുത്തു കഴിഞ്ഞാൽ അതൊരു ഹണിക്കോം സ്ട്രക്ചറായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഹണിക്കോം സ്ട്രക്ചറായ അതിൻ്റെ സ്ട്രെങ്ത് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ആവാൻ പാടില്ല. ഓക്കെ, അതാണ് അടുത്തത് പറയുന്നത്. പിന്നെ അടുത്തത്, കോൺക്രീറ്റ് ഷുഡ് ബി പ്ലേസ്ഡ് ഓൺ ദ ഫോം വർക്ക് ആസ് സൂൺ ആസ് പോസിബിൾ ഇൻ കേസ് ഇറ്റ് ഷുഡ് ബി പ്ലേസ്ഡ് ആഫ്റ്റർ 30 minutes ഓഫ് പ്രിപ്പറേഷൻ. ഓക്കെ, അതായത് അതിൻ്റെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം, ഇനീഷ്യലി സെറ്റ് ആവുന്ന മുന്നേ കോൺക്രീറ്റ് നമ്മൾ ഈ ഫോം വർക്കിനകത്ത് ഫില്ല് ചെയ്യണം. ഓക്കെ, ഡ്യൂറിങ് പ്ലേസിംഗ് ഇറ്റ് ഷുഡ് ബി സീൻ ദാറ്റ് ഓൾ എഡ്ജസ് ആൻഡ് കോർണേഴ്സ് ഓഫ് കോൺക്രീറ്റ് സർഫേസ് റിമെയിൻ അൺബ്രോക്കൺ, ഷാർപ്പ് ആൻഡ് സ്ട്രെയിറ്റ് ഇൻ ലൈൻ. പിന്നെ എന്താണ് കോൺക്രീറ്റ് ചെയ്യുന്നത്, ഷാർപ്പ് നല്ല ലെവൽ ചെയ്യണം, എഡ്ജസും കോർണേഴ്സും ഒക്കെ ഷാർപ്പ് ആൻഡ് സ്ട്രെയിറ്റ് ആക്കാൻ വേണ്ടി ലെവൽ ചെയ്യണം പ്ലേസ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അതാണ് പ്ലേസിങ് എന്ന് പറയുന്നത്. അതാണ് ഫോർത്ത് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് ബാച്ചിങ്, ദെൻ മിക്സിങ്, ഹാൻഡ് മിക്സറും അതൊക്കെ വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇതെന്ന് പറയുന്നത് പിന്നെ നമ്മൾ പ്ലേസിങ് ആണ് പഠിച്ചത്. ട്രാൻസ്പോർട്ടിങ് കഴിഞ്ഞ് പിന്നെ അത് ഫോർത്ത് വൺ എന്ന് പറയുന്നത് പ്ലേസിങ്. ഓക്കെ, അപ്പോൾ പ്ലേസിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ.